ലാസ്റ്റ് നിമിഷം വോയിസ് റെക്കോർഡായി, അതേസമയം വീഡിയോ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സെൻസെക്സിൽ ലൈനുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലേ. 76,390 താഴെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്ത രൂപത്തിൽ തന്നെ ഒരു ഹൈ വോളറ്റിലിറ്റിയാണ് സംഭവിച്ചത്. നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ഇന്ന് സെൻസെക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഡെക്സുകളും എക്സ്പയറിയാണ്. അതോടൊപ്പം തന്നെ നിഫ്റ്റി NXT ഫ്യൂച്ചറും ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. ഒരു നല്ല വോളറ്റിലിറ്റി തന്നെ ഏത് ഭാഗത്തേക്ക് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന രൂപത്തിൽ തന്നെയായിരുന്നു. പക്ഷേ കണ്ടറിഞ്ഞെടുക്കുന്നവർക്ക് അത്യാവശ്യം പ്രോഫിറ്റോടുകൂടി ഇറങ്ങാനും കൂടെ പറ്റുന്ന ദിവസം തന്നെയാണ്. പക്ഷേ അത് ആർക്കും അത്ര പെട്ടെന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടായ രൂപത്തിൽ തന്നെയായിരുന്നു. ഇന്ന് 30-ാം തീയതി ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം കുറച്ച് താഴത്തേക്ക് വന്നു. കുറച്ചല്ല, അത്യാവശ്യം താഴത്തേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിലൊരു ആശങ്ക ഉണ്ടായി. കാരണം ഇന്നലെ ഫെഡറൽ റിസർവിൻ്റെ ആ പണനയ അവലോകനത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കില്ല എന്നുള്ളൊരു സൂചന വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ട്രംപിൻ്റെ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറുകളിൽ NVIDIAയുമായിട്ടുള്ള ചെറിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ NVIDIA 13%-ഓളമാണ്. ഡോ ജോൺസ്, നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ രാത്രി ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അത്ര ഒരു നെഗറ്റീവിലേക്ക് വന്നില്ല. ആദ്യം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് അല്പം താഴേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നല്ലൊരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്യാവശ്യം നന്നായി മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും താഴത്തേക്ക് വന്നു. പിന്നെ മുകളിലേക്ക് പോയി വീണ്ടും താഴത്തേക്ക് വന്നു. അവസാനം ആ ഒരു 1 അവറിൽ നല്ല ഒരു വോളറ്റിലിറ്റിയാണ് ഇവിടെ സംഭവിച്ചത്. താഴത്തേക്ക് മേലേക്ക് ഏകദേശം വി ഷേപ്പ് റിക്കവറി എന്നൊക്കെ പറയാം. ഇതിനെ ഒരു 130 പോയിൻറ്റോളം 150 പോയിൻറ്റിനകത്ത് ഡൗൺ സൈഡിലേക്ക് വന്ന് വീണ്ടും ഒരു ഇത് 50 മിനിറ്റ്സ് ക്യാൻഡിലല്ലേ, ഒരു മണിക്കൂറിന് ഉള്ളിലാണ് തിരിച്ചു കയറിയത്. ഓക്കെ, അപ്പോൾ തുടർച്ചയായ 3-ാം ദിവസവും നമ്മൾ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെയാണ്. മറ്റൊരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രൂപ ഇപ്പോഴും ഒരു മൂല്യത്തകർച്ചയിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം സ്വർണം 61,000-ന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും സ്വർണം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ കുറേശ്ശെ കുറയുന്നത്, അതായത് പതുക്കെയാണെങ്കിലും കുറയുന്നത് ഒരു ആശാവാദമാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഒരുപാട് സ്റ്റോക്കുകളുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ടുകളെല്ലാം തന്നെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന രൂപത്തിലല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. നാളെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ അധികം ആളുകൾക്കും വലിയ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടാവില്ല. തീരെ ട്രേഡിംഗ് അറിയാത്തവർക്കായിരിക്കും ലോസ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. നാളെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി 23,600-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 23,400-450 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 23,300-ലാണ് നിൽക്കുന്നത്. നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മിനിഞ്ഞാന്ന് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇന്നലെ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് മന്ത് മുതൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പല ദിവസങ്ങളിലും വീഡിയോ ചെയ്യാൻ കഴിയാത്തത് ഒരു പോരായ്മ തന്നെയാണ്. ഔട്ട്ഡോർ വർക്ക്, ഔട്ട്ഡോർ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നോക്കാം. ആദ്യം നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് എടുക്കാവുന്നതാണ്. 23,220-ന് താഴെ ഡൗൺ സൈഡിലേക്ക് എടുത്ത് പോകാം. കുറച്ചടുത്താണ്, ശ്രദ്ധിക്കണം. ചെറിയ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ ഇന്ന് ക്ലോസ് ചെയ്തതിൽ വെച്ച്. പക്ഷേ നാളെ ഒരു ഗ്യാപ്പ് അപ്പാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലൈന്, സപ്പോർട്ട് ലൈന് തന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യുക. അതേസമയം മുകളിലേക്ക് നമുക്ക് 1 അവറിലും 15 മിനിറ്റ്സിലും 23,350-ന് മുകളിൽ എടുത്തു പോകാം. അതും തൊട്ടടുത്താണ്. പക്ഷേ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തു പോകാവുന്നതാണ്. ഓക്കെ, 23,420-ന് മുകളിൽ. അപ്പോൾ ഈ ഒരു റേഞ്ച് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതിനിടയിലാണ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 23,350-ൽ നിന്ന് 50-ന് മുകളിൽ നിന്ന് എടുത്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 150 പോയിൻറ്റിനടുത്തേ വന്നിട്ടുള്ളൂ ഇന്ന്.
സത്യത്തിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു ആശങ്കയിൽ തന്നെയാണ്. ഒരു റിക്കവറി മോഡിലേക്ക് എത്തിയെന്നൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. നമ്മൾ 2 ദിവസം മുന്നേ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ ഇപ്പോഴും ബെയറിഷ് മോഡിൽ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. 23,300 വന്നതിന് ശേഷം അതിനുശേഷം നോക്കൂ വീണ്ടും 23,000 അടുത്തേക്ക് 23,000 താഴെ പോയില്ലേ, 22,970 വരെ പോയി. ഓക്കെ, പക്ഷേ അവിടെ നിന്നും 700 അതായത് 22,950 താഴെ പോയിരുന്നെങ്കിൽ നല്ല ക്രാഷായി തന്നെ. പക്ഷേ അവിടെ നിന്നൊരു റിക്കവറി കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഈ 49,650 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാം. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണിത് 48,980. പക്ഷേ അവിടെ നിന്നും എടുക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു സപ്പോർട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 200 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പോൾ 48,980 താഴെ എൻട്രി എടുക്കാവുന്നതാണ്. 48,700 ആ റേഞ്ച് അല്ലെങ്കിൽ 48,800 ആ റേഞ്ച് വരുമ്പോൾ നിങ്ങളൊന്ന് എക്സിറ്റ് അടിച്ച് മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും അവിടെ വെച്ചിട്ട്. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്ത് പോകാവുന്നതാണ് 48,750 താഴെ. അപ്പ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ 49,990 മുകളിലും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് സെൻസെക്സ് ആണ്. നമുക്ക് സെൻസെക്സ് ഒരു റെസിസ്റ്റൻ്റ് സോണിലാണ് നിൽക്കുന്നത്. നാളെ ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പോകാം. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്താൽ മതിയാവും. 77,350 കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് വേറെ രക്ഷയില്ല. സെൻസെക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചറാണ്. അതേസമയം ഇത് 300 പോയിൻറ്റിന് മുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഒരു എൻ്റർ ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ ഇതാണ്. ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ അല്ലേ 76,890 നിൽക്കുന്നത്. നമുക്ക് ഇത്ര ഡിഫറൻ്റ് ഉള്ളൂ, 98 പോയിൻറ്റിന് ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത് സുരക്ഷിതവുമല്ല. അപ്പോൾ പിന്നെ 1 അവർ ടൈം ഫ്രെയിമിൽ വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെയുള്ളത് 77,330 മുകളിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് 300 പോയിൻറ്റ് 350 പോയിൻറ്റ് തന്നെ ആ ഒരു ഏരിയ തന്നെയാണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് തന്നെയല്ലേ. അപ്പോൾ വേറെ നിവൃത്തിയില്ല. 1 അവർ ടൈം ഫ്രെയിമിലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും നമുക്ക് 77,330 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി ഉള്ളൂ. അതേസമയം നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, പക്ഷേ അത് സുരക്ഷിതമല്ല എന്ന് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു റെസിസ്റ്റൻസ് സോണാണ് 77,090. അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 230-200 പോയിൻറ്റിനടുത്ത് ഡിഫറൻ്റ് ഉണ്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസിന്. അപ്പോൾ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം 77,090. ഓക്കെ, അല്ല അവിടെ നിന്ന് എടുക്കുന്നില്ലെങ്കിൽ 77,330 വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ്സിലും 1 അവർ ടൈം ഫ്രെയിമിലും നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. അതേസമയം ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. നമുക്ക് ഇതാണ് ഇപ്പോൾ ഒരു ഏരിയ ഉള്ളത്, പക്ഷേ ഇവിടെ നിന്ന് എടുത്താൽ തന്നെ നെക്സ്റ്റ് അടുത്താണുള്ളത് 76,470 താഴെ 76,470 താഴെ ഡൗൺ സൈഡിലേക്കും സെൻസെക്സിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ 3 ഇൻഡെക്സുകൾ നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. കറക്റ്റായിട്ട് ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കൃത്യസമയത്ത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇന്നത്തെ പോലുള്ള വോളറ്റൈലിറ്റി നിലനിൽക്കുന്ന അല്ലെങ്കിൽ വോളറ്റൈലിറ്റി ഉണ്ടാകുന്ന മാർക്കറ്റിൽ പരമാവധി ട്രേഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്യാപിറ്റൽ വളരെ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനെപ്പോഴും വീഡിയോകളിൽ പറയുന്ന രൂപത്തിൽ, അതായത് നമ്മുടെ പണം പോകാൻ 99 വഴികളുണ്ട്. അതേസമയം നമുക്ക് പണം പ്രോഫിറ്റായിട്ട് ലഭിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അത് എല്ലാ ട്രേഡർമാരും, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്തോരം പുതുമുഖങ്ങളാണ് ഈ മാർക്കറ്റിലേക്ക് കയറി വന്നതെന്നറിയാമോ? ഒരുപാട് പേര്, അതായത് എല്ലാവരും വളരെയധികം ആക്റ്റീവും
ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ, ടെലിഗ്രാം ചാനലിൽ വന്ന് പല സംശയങ്ങളും പലരും ചോദിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? ഒത്തിരി പേര് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പണമിറക്കി അവർക്ക് അതിൽ നിന്ന് യാതൊരു ഏണിങ്സും കിട്ടാതായപ്പോൾ പലതവണ അവർ ശ്രമിച്ചു, അപ്പോഴൊന്നും അവർ രക്ഷപ്പെടാനൊരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ ഒത്തിരി പേര് ഡിമാറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, അത് സെബിയും പറഞ്ഞിട്ടുണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് പുതിയ, അതായത് കൊറോണയ്ക്ക് ശേഷം വന്ന പുതിയ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒത്തിരി പേര് ഡിമാറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഡെയിലി ഒരു ട്രേഡാണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും, അതായത് കാലം പൂര നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാലത്തോളം ചെയ്യാൻ കഴിയും. ഡെയിലി ഒരു ട്രേഡ് 2 ട്രേഡൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു ട്രേഡ് പ്രോഫിറ്റൊക്കെ ആണെങ്കിൽ അന്ന് ക്ലോസ് ചെയ്ത് മിണ്ടാതിരുന്നാൽ നമുക്ക് എല്ലാ കാലത്തും പ്രോഫിറ്റോടുകൂടി ഇറങ്ങാൻ കഴിയും. 1000 രൂപ ജസ്റ്റ് കിട്ടിയാലും നമ്മൾ മറ്റുള്ള പണിക്ക്, അതായത് കൂലിപ്പണിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ കിട്ടിയാലും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.